السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം ഇപ്പോൾ 10 ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മോട് വിട പറയുകയാണ്. റഹ്മത്തിൻ്റെ 10 ചോദിച്ചവർക്കെല്ലാം അള്ളാഹു റഹ്മത്ത് ധാരാളമായി കൊടുക്കുമാറാവട്ടെ. ചോദിക്കാത്തവർക്ക് ഇപ്പോൾ കുറച്ച് സമയങ്ങളെ ബാക്കിയുള്ളൂ. അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മുഅ്മിനീങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഡിവൈഡ് ചെയ്തത് വെറുതെ അല്ലല്ലോ. ഫസ്റ്റത്തെ 10 അവ്വലുഹാ റഹ്മത്തുൻ എന്ന് പറഞ്ഞാൽ ആ റഹ്മത്ത് ചോദിക്കന്നെ വേണം. ഞാനിപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കുകയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, മുദ്ദ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. മുദ്ദ് എത്ര കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. മുദ്ദ് 800 മില്ലി ലീറ്റർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. 800 മില്ലി ലീറ്ററാണ് മുദ്ദ് കൊടുക്കേണ്ടതിന്. അതായത് അരി ഒരു നാട്ടിലേക്ക് എന്താണോ ഭക്ഷണ വസ്തുവായി കൊടുക്കുന്നത് അത് കൊടുക്കണം. അപ്പോൾ 800 മില്ലി ലീറ്ററാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് പറയുന്നത് ചില വീടുകളിലും ചില ഹോട്ടലുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. വലിയ സിറ്റിയിലും അല്ലാത്ത ഗ്രാമങ്ങളിലൊക്കെ ഹോട്ടലൊക്കെ മുസ്ലിങ്ങളാകുന്ന ആളുകൾ തുറന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നുണ്ട്. പരിശുദ്ധ റമദാൻ മാസം എന്നുള്ളത്, ആ മാസത്തിൻ്റെ പവിത്രതയെ ബഹുമാനിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയായ ഏതൊരു മുഅ്മിനീക്കും അതെന്താണ്, നിർബന്ധമുള്ള കാര്യമാണ്. റമദാൻ മാസത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും ആ റമദാൻ മാസത്തിൽ അതിൻ്റെ ആദരവിനെ നിരക്കുന്നതായ ഒരു പ്രവർത്തനവും ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഹോട്ടൽ തുറന്നാലോ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇവന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു കഴിക്കുകയാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിഷിദ്ധമാണ്. നോമ്പ് ഇല്ലാത്തവനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്താണ്, പാടില്ലാത്തതാണ്. റമദാൻ മാസത്തിൽ ഒരാൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അത് തെറ്റാണ്, നോമ്പുകാർക്ക് പറ്റില്ല, വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അത് വീടുകളിലുമൊക്കെ നോമ്പില്ലാത്തവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതും പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. നോമ്പിൻ്റെ ബഹുമാനത്തെയും അതിൻ്റെ ആദരവിനെയും അതിനെ ഇല്ലായ്മ ചെയ്യല്ലേ ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്നത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ മാസത്തിൽ ആ മാസത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ലേ. അപ്പം അതിനെ ഇല്ലാതാക്കുക, അതിൻ്റെ ആദരവ് അതിൻ്റെ ബഹുമാനം കുറക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന അമുസ്ലിങ്ങൾക്ക് പോലും വീട്ടിലേക്ക് വന്നാൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഭക്ഷണം നോമ്പുള്ളവർ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന നോമ്പ് നോക്കാൻ പറ്റുന്ന ആളുകൾക്ക് നോക്കാത്തവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ അതൊന്നും പാടില്ല. പിന്നെ ആർക്ക് പറ്റും? പിന്നെ ആർക്കാണ് നോമ്പ്? എന്നാൽ കുട്ടികളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, വീട്ടിൽ രോഗികളുണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്താണ്, പ്രതീക്ഷിക്കാത്ത രോഗം മാറൂല എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്, എപ്പോഴും രോഗിയാണ്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നോമ്പ് നോക്കാൻ പ്രയാസപ്പെടുന്ന മറ്റുള്ള ആരെങ്കിലും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, ഭക്ഷണം മറ്റുള്ള കൊടുക്കുന്നതിലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം മറ്റൊക്കെ കൊടുക്കുന്നതിലൊന്നുമില്ല. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും നോമ്പിൻ്റെ ആ ബഹുമാനത്തെ അനുകരിക്കുന്നില്ല. കാരണം ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചല്ല ഇത് പറയുന്നത്. അല്ലാത്ത നോമ്പ് നോക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. നോമ്പ് നോക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ, അതുപോലെ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്, അതുപോലെ അങ്ങനെയുള്ള നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതിലെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഹോട്ടൽ, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലും വലിയ സിറ്റിയിലൊക്കെ ഉണ്ടാകും, പ്രവർത്തിക്കുന്ന ചില സ്ഥലം കാണുന്നുണ്ട്. അതൊന്നും റമദാൻ മാസത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം റമദാൻ മാസത്തിനെ ബഹുമാനിക്കണം. ഈ ഒരു മാസത്തിൽ നമ്മൾ എന്താണ് ഹോട്ടൽ തുറന്നിട്ട് ആ പവിത്രമാകുന്ന ലോകത്തിലുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും അമുസ്ലിങ്ങൾക്ക് പോലും അറിയാം റമദാൻ മാസത്തിൻ്റെ മഹത്വം, അതിൻ്റെ പവിത്രം അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് പോലും മുഅ്മിനീങ്ങളാകുന്ന നമ്മളോ ഹോട്ടലും മറ്റുള്ള എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് അവിടെ വിതരണം ചെയ്യുക, കൊടുക്കുക, റമദാൻ്റെ ഒരു ബഹുമാനം പോലും കാണിക്കാത്ത നിലക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്, കൊടുക്കാൻ പാടില്ല. അത് നിങ്ങളെ നോമ്പ് ബാത്തിനാക്കി കളയുന്ന കാര്യമാണ്.
അതുകൊണ്ട് നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ഹോട്ടലും മറ്റുള്ളതൊന്നും തുറന്ന് പ്രവർത്തിക്കാനേ പാടില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്ത് അതിന് പൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ മഗ്‌രിബിന് ശേഷം നിങ്ങൾക്ക് തുറക്കുന്നുണ്ടൊന്നും വിരോധമില്ല. നോമ്പ് തുറന്നതിന് ശേഷം പ്രവർത്തിച്ചോ വിരോധമില്ലല്ലോ. അതിന് മുമ്പ് നിങ്ങൾ എന്താക്കരുത്, ഹോട്ടലും മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിച്ച് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആ ബഹുമാനത്തെയും പവിത്രതയും ഇല്ലാതാക്കാൻ പാടില്ല. കാരണം ബഹുമാനിക്കുക എന്നുള്ളത് മുഅ്മിനെ സംബന്ധിച്ചോളം നിർബന്ധമുള്ള കാര്യമാണ് റമദാനിൽ. ഒന്ന്, പിന്നെ നിങ്ങൾ വീട്ടിലുള്ള ചെറിയ പൈതൽ പോലത്തെ കുട്ടികളുണ്ടാകാം, അതുപോലെ പ്രായമുള്ള നോക്കാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടെന്തില്ല, കൊടുക്കലുമില്ല നല്ലത് നല്ല, കൊടുക്കുന്നുണ്ട് വിരോധവും ഇല്ല എന്നതാണ്. അവിടെ എന്താണ്, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നില്ല, നോമ്പിൻ്റെ ആ ഫളീലത്ത് ബഹുമാനം കുറയുന്നില്ല. കാരണം അവർക്ക് കൊടുക്കൽ നിർബന്ധമുള്ള കാര്യമാണല്ലോ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നിർബന്ധമല്ലേ, കൊടുക്കുക തന്നെ വേണമല്ലോ. അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കൊടുക്കേണ്ടി വരും. അങ്ങനെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല, ഉണ്ടാക്കി വെച്ചാൽ തന്നെ അവർ കഴിക്കുന്നെങ്കിൽ അവർ കഴിച്ചോട്ടെ. അല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തലക്ക് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വിരോധവുമില്ല. അല്ലാതെ ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാനേ പാടില്ല. പിന്നെ കൂലിക്കൊക്കെ വരുന്ന വീട്ടിലൊക്കെ കൂലി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും, അവർക്ക് പോലും വളരെ ശ്രദ്ധിക്കണം കൊടുക്കുന്ന വിഷയത്തിൽ എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. റമദാൻ മാസത്തിൻ്റെ പവിത്രത, അതിൻ്റെ ബഹുമാനം നാം കാത്തു സൂക്ഷിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ ഈ പവിത്രമാകുന്ന റമദാൻ 10 ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മളോട് വിട പറയുകയാണ്. അല്ലാഹു റഹ്മത്ത് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിബീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിബീൻ. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ മുദ്ദ് നിങ്ങൾ മറന്നു പോകരുത്. അതിൻ്റെ അങ്ങാടിയിൽ എവിടെ നിന്നായാലും 800 മില്ലി ലീറ്ററിൻ്റെ ആ ഒരു പാത്രം ഇവിടെ നിന്ന് കിട്ടുന്ന ആ പാത്രം അളന്നിട്ട് നിങ്ങൾ ഓരോ മുദ്ദ് കൊടുക്കണം. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണ വസ്തുക്കളാണ് കൊടുക്കേണ്ടത്. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഫിദിയ കൊടുക്കുകയാണല്ലോ നോമ്പില്ലാത്തവർക്ക്. അത് നിങ്ങൾ എന്താക്കാം, 800 മില്ലി ലീറ്ററിൻ്റെ ഒരു പാത്രം ഉണ്ടാക്കി അതിലെല്ലാ ദിവസവും അരി ഏതാണ് അവർ നാട്ടിൽ ഭക്ഷണം സാധാരണമായി കഴിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കണം. കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീന്മാർക്ക് മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാവിലെ നിങ്ങൾ ഭക്ഷണം സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.